നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഒരു സൗത്ത് ഇന്ത്യൻ വിഭവമായ ചിക്കൻ ചെട്ടിനാടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്ത് വറുത്തരച്ചൊക്കെ വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡീപ്പ് ബ്രൗൺ കളർ ഉണ്ടല്ലോ, ആ കളറാണ് ഈ കറിക്ക് ഉണ്ടാവുക. പക്ഷേ നമ്മളിത് ചിക്കൻ ഫ്രൈ ചെയ്തൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇതിൽ ചേർക്കുന്ന ഒരു 2-3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കറിക്ക് പ്രത്യേക സ്വാദ് നൽകുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗം മാത്രം മാറ്റിയിട്ട് ബാക്കി ഭാഗം കറിക്കട്ടാക്കി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറെങ്കിലും വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി മാത്രം എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ നാരങ്ങ നീര് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അരമണിക്കൂർ എടുത്ത് വയ്ക്കാനായിട്ട്. നാരങ്ങ ചേർക്കുന്ന കാരണം ഇറച്ചി വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് ഇതിൻ്റെ മസാലയൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കറി വയ്ക്കാൻ എടുക്കുന്ന പാൻ തന്നെയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 5 കറയാമ്പൂ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ജാതി പത്രിയും ഒരു തക്കോലവും ചേർത്ത് കൊടുക്കാം. അത് പീസാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് സ്റ്റോൺ ഫ്ലവർ ആണ്. മരത്തിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന കല്ല് പുഷ്പം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു മാംഗ്ലൂർ സ്പൈസാണിത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പീസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ വളരെ ചെറുതായതാണ്, ഞാൻ 2 ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായി ഒരു 4-5 ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ടോട്ടൽ 3 മിനിറ്റാണ് നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയുടെ കളർ നന്നായിട്ട് മാറണം, നന്നായിട്ട് തേങ്ങ മൂത്ത് വരണം. എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ല കളർ ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മസാലകൾ ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 2 നുള്ള് ഉലുവയും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് ചൂടാറുമ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത 10-20 ചുവന്നുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഉപ്പും കൂടെ ചേർത്തിട്ടാണല്ലോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണ വരെ വഴറ്റിയിട്ട് നമുക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും ചൂട് പെട്ടെന്ന് ഏൽക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് മൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ആ മസാലകളുണ്ടല്ലോ, നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒട്ടും കൂടി പോകണ്ട. എന്നിട്ട് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത്, വാളംപുളിയാണത്. ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ ഈ കറിയിൽ തക്കാളി ഒട്ടും ചേർത്തിട്ടില്ല. ഇതൊരു ഓതൻറ്റിക് സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്.
ഇനി പുളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ അതിന് പകരം തക്കാളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് മാത്രം ചിക്കൻ ചേർത്താൽ മതിയാവും. പക്ഷേ ഈ ഒരു മെത്തേഡാണ് കുറച്ചും കൂടെ റിയൽ മെത്തേഡ്. അപ്പം നമ്മൾ ആ തേങ്ങ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ജാറ് കുറച്ച് വെള്ളത്തിൽ ജാറും കൂടെ കഴുകിയിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. 5-6 മിനിറ്റ് നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചതാണ്. അപ്പോൾ ഇനി ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല. ഒരു 10-12 മിനിറ്റ് വേണം ഇനി വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെന്തോ ഇല്ലയോ എന്ന്. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു മൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പം ഒന്നും കൂടി ഡാർക്ക് കളർ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ചിമ്മിനിയുടെ ലൈറ്റിലാണ് കുറച്ച് ലൈറ്റ് കളറായിട്ട് തോന്നുന്നത്. ഇതിനേലും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ഈ കറിക്ക് ശരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സ്മെല്ലാണ് ഇത് തുറക്കുമ്പോൾ വരുന്നത്. കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറാണ്. ചിക്കന് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കറി അല്പം ചൂടാറി കഴിയുമ്പോൾ ഒന്ന് എണ്ണയൊക്കെ തെളിയുമ്പോൾ ഒരു റോയൽ ലുക്കായിരിക്കും കറിക്ക് ഉണ്ടാവുക. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്